ലോകനാർക്കാവിലെ തെയ്യമ്പാടി കുറുപ്പായ സുന്ദരേട്ടനെ കാണാനായി കഴിഞ്ഞ ദിവസം വയനാട് നിരവിൽപ്പുഴയിലെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി. നിരവിൽപ്പുഴയിലെ കുഞ്ഞോം ഭഗവതിക്കാവ് ക്ഷേത്രത്തിലേക്ക്. നിരവിൽപ്പുഴയുടെ തീരത്തുള്ള ഒരു ചെറിയ ക്ഷേത്രം. പേര് കുഞ്ഞോം ഭഗവതിക്കാവ് എന്നാണെങ്കിലും അറിയപ്പെടുന്നത് കുഞ്ഞോം ഭഗവതിക്കാവ് ശിവക്ഷേത്രം എന്നാണ്. കാരണം അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പെരുമാളാണ്. അതെ, കൊട്ടിയൂർ പെരുമാൾ തന്നെ. പണ്ടുകാലത്ത് കൊട്ടിയൂരേക്ക് വാളെഴുന്നള്ളിച്ചത് ഇവിടുന്നായിരുന്നത്രേ. ഇപ്പോൾ വയനാട്ടിലെ തന്നെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്നാണ് വാളെഴുന്നള്ളത്തം. ഇവിടെ നിന്നു തന്നെയായിരുന്നു ഉരുളിയും ചട്ടുകവും എഴുന്നള്ളിച്ച് കൊട്ടിയൂർ അക്കരെ സന്നിധാനത്തേക്ക് കൊണ്ടുപോയിരുന്നത്. പിൽക്കാലത്ത് എപ്പോഴോ ഒരിക്കൽ ഉരുളിയും ചട്ടുകവും കൊണ്ടുപോകുമ്പോൾ ഇരുമനത്തൂരിൽ വെച്ച് എന്തോ അശുദ്ധിയുണ്ടായി. അങ്ങനെയാണ് കുഞ്ഞോം ഭഗവതിക്കാവിൽ നിന്നും കൊട്ടിയൂരേക്കുള്ള വരവ് ഇല്ലാതായത്. ഇരുമനത്തൂരിൽ വെച്ച് ഇരുമനസ്സുണ്ടായതിനാൽ ആണത്രേ ആ സ്ഥലത്ത് ഇരുമനത്തൂർ എന്ന പേര് വന്നത് എന്നാണ് ഐതിഹ്യം. കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ 28 ദിവസം നട അടച്ചിടും. വർഷത്തിൽ 28 ദിവസം നട അടച്ചിടുന്ന നിത്യപൂജയുള്ള ക്ഷേത്രമോ എന്നായിരിക്കാം ചിന്തിക്കുന്നത്. കേട്ടപ്പോൾ എനിക്കും ആശ്ചര്യം തോന്നി. അത്രമാത്രം കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ക്ഷേത്രം. കൊട്ടിയൂർ പെരുമാളായി തന്നെയാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. ശ്രീ കുറുമ്പയായി ഭദ്രകാളിയും പെരുമാളുടെ ഇടത്തരികത്തായി കുടികൊള്ളുന്നു. കൊട്ടിയൂരിന്റെ ഭഗവതിക്കാവ് എന്നറിയപ്പെടുന്ന ഇവിടം ഭൂപ്രകൃതി കൊണ്ട് അക്കരെ കൊട്ടിയൂർ സന്നിധാനത്തിന്റെ ഒരു ചെറിയ സാമ്യതയുമുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കും പടിഞ്ഞാറും നിരവിൽപ്പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട്. മുൻകാലങ്ങളിൽ 7 ദിവസമായിരുന്നു ഉത്സവം. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടുമൊക്കെ ഇന്ന് 3 ദിവസം മാത്രമേ ഉത്സവമുള്ളൂ. പണ്ട് പെരുമാൾക്കൊരു ക്ഷേത്രമുണ്ടാക്കണമെന്ന് നാടുവാഴികളായ നായന്മാർക്കൊരു ദർശനമുണ്ടായത്രേ. അങ്ങനെ ക്ഷേത്രത്തിനു വേണ്ടിയുള്ള സാമഗ്രികളെല്ലാം ഇപ്പോഴുള്ള ക്ഷേത്രത്തിൽ നിന്നും ഒരു 4-5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു. അവിടെയാണ് ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ പിറ്റേന്ന് നേരം വെളുത്തപ്പോ സാധനങ്ങളൊന്നും അവിടെ കാണാനേ ഉണ്ടായിരുന്നില്ല. നാടായ നാട് മുഴുവൻ ചുറ്റിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അത്രേ. എന്നാൽ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ട സാധനങ്ങളെ കണ്ടത് കാടുവാഴികളായ കുറിച്യരായിരുന്നു. അതും ഇന്നത്തെ ക്ഷേത്രം നിൽക്കുന്ന ഭഗവതിക്കാവിൽ. അവിടെ പെരുമാൾ ധ്യാനത്തിലിരുന്നതും കണ്ടുവത്രേ. നീരൊഴുക്കുള്ള ഈ പ്രദേശമാണ് ക്ഷേത്രത്തിന് ഏറ്റവും ഉചിതം എന്ന് പെരുമാൾ അരുളി ചെയ്തു. നിരവിൽപ്പുഴയുടെ തീരത്ത് കിഴക്കും വടക്കുമായി പുഴയൊഴുകുന്ന ആ പ്രദേശത്ത് അങ്ങനെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. വളരെ പഴക്കം ചെന്ന ഒരു ചെറിയ ക്ഷേത്രം. എന്നാൽ ആ അന്തരീക്ഷം ഒരിക്കൽ പോയാൽ നമ്മൾ ആ പെരുമാൾ ക്ഷേത്രത്തെ മറക്കില്ല. അത്ര ആത്മീയമായ അനുഭവം തരുന്ന സ്ഥലമാണത്. വയനാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ കാടുവാഴികളായ കുറിച്യർക്ക് ഈ ക്ഷേത്രത്തിലും വലിയ പ്രാധാന്യമുണ്ട്. ഉത്സവം തുടങ്ങണമെങ്കിൽ അവിടെ കുറിച്യർ ഉണ്ടായിരിക്കണം. 7 ദിവസത്തെ വ്രതമെടുത്ത് ഉത്സവം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നതുവരെ കുറിച്യർ ക്ഷേത്ര സന്നിധിയിൽ തന്നെ ഉണ്ടാകും. പള്ളിയറ ഭഗവതിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും വാളെഴുന്നള്ളിപ്പ് കുഞ്ഞോം ഭഗവതി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉത്സവം തുടങ്ങുകയായി. പിന്നീട് ശ്രീ കുറുമ്പ ഭഗവതിയും പള്ളിയറ ഭഗവതിയും പെരുമാളും ചേർന്നാണ് ആറാട്ടുത്സവങ്ങൾ നടക്കുക. ആറാട്ടു കഴിഞ്ഞ് പള്ളിയറ ഭഗവതിയെ തിരിച്ചു കൊണ്ടാക്കുന്നതോടെ ഉത്സവം സമാപിക്കുകയും ചെയ്യുന്നു. കോഴിക്കോട്ടിരി ഇല്ലക്കാരാണ് ഇവിടുത്തെ തന്ത്രി. കോഴിക്കോട്ടിരിയും നമ്പ്യാർവള്ളി മനയുമാണ് കൊട്ടിയൂരിലെയും തന്ത്രിമാർ. അങ്ങനെ എല്ലാം കൊണ്ടും കൊട്ടിയൂർ പെരുമാൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൊട്ടിയൂർ പെരുമാളിന്റെ ഭഗവതിക്കാവാണ് കുഞ്ഞോം ഭഗവതിക്കാവ്. പുഴയും കാടും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രദേശം എന്തുകൊണ്ടും ദൈവാനുഗ്രഹമുള്ളതാണ്. അവിടുത്തെ മരങ്ങൾ പൊതുവെ മുറിക്കാറില്ല. അതുകൊണ്ട് തന്നെ വലിയ മരങ്ങൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്നത് കാണാം. സൂര്യൻ കത്തി നിൽക്കുന്ന ഈ വേനൽ ചൂടൊന്നും അവിടെ അറിയുകയേയില്ല. ക്ഷേത്രമുറ്റത്തെ ബലിക്കല്ലുകളും ശിവലിംഗ രൂപത്തിലുള്ളതാണ്. അതും മറ്റൊരിടത്തും കാണാത്ത തരത്തിലുള്ളത്ര വ്യത്യസ്തമായിട്ടുള്ളത് തന്നെ. ഒന്നിലധികം കല്ലുകൾ ചേർത്താണ് ചുറ്റിലുമുള്ള ഓരോ ബലിസ്ഥാനങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്. പഴയ ഐതിഹ്യങ്ങളൊക്കെയുള്ള മനോഹരമായ ഒരു ചെറിയ ക്ഷേത്രം. കുറ്റിപ്രം തമ്പുരാന്റെ കാലം തൊട്ടേയുള്ള ക്ഷേത്രം. പഴശ്ശിത്തമ്പുരാന്റെ കാലത്ത് യോദ്ധാക്കളായി വയനാട്ടിലേക്ക് വന്ന നായർ തറവാട്ടുകാരാണ് ക്ഷേത്രത്തിന്റെ ഊരാളന്മാർ. തൂണേരി, കൂഞ്ഞോട്ടുകുളം, ഇടത്തന, കേളോത്ത്, മീത്തൽ കുടുംബം അങ്ങനെയുള്ള 5 കുടുംബങ്ങളിൽ തൂണേരി, കൂഞ്ഞോട്ട്, കേളോത്ത് എന്നീ നാടുവാഴികളായ നായർ കുടുംബാംഗങ്ങളുടെ ഊരാൺമയിലാണ് ഇന്നും ക്ഷേത്രം. 1000കണക്കിന് ഏക്കർ സ്വന്തമായി ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന് ഇന്ന് 30 സെന്റിൽ താഴെയേ സ്വന്തമായുള്ളൂ.
എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ക്ഷേത്രവും ദേവസ്വത്തിന്റെ കീഴിലായി കഴിഞ്ഞു എന്നതാണ് സങ്കടം. മേൽപ്പറഞ്ഞ തറവാടുകളുടെ 1000 മേലെ അംഗങ്ങളുള്ള കുടുംബാംഗങ്ങളുടെ സമാജമുണ്ട് കുഞ്ഞോം ഭഗവതിക്കാവ് ക്ഷേത്രത്തിന് കീഴിലായിട്ട്. തറവാട്ടിലെ അംഗങ്ങൾ പരസ്പരം കല്യാണം കഴിക്കില്ല. ഉദാഹരണത്തിന് തൂണേരി തറവാട്ടുകാർ മറ്റു 4 തറവാടുകളിൽ നിന്നും വരനെയോ വധുവിനെയോ കണ്ടെത്തണം. സ്വന്തം തറവാട്ടിൽ നിന്നും കല്യാണം കഴിക്കുക എന്നാൽ സ്വന്തം കുടുംബത്തിൽ നിന്നും കല്യാണം കഴിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് അത് പാടില്ല. പഴയ ബന്ധങ്ങളും മഹിമകളും നിലനിർത്താൻ കാരണവന്മാർ കണ്ടെത്തിയ അലിഖിത നിയമങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് പ്രൗഢി ഉണ്ടായിരുന്ന തറവാടുകൾക്ക് ഇന്ന് കുറേയൊക്കെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കുടിയേറ്റവും മറ്റു പല കാരണങ്ങളും കൊണ്ട് കുറേയേറെ സ്വത്തുക്കൾ ക്ഷേത്രത്തിൻ്റെതെന്ന പോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും നഷ്ടപ്പെട്ടു. തകർന്നു പോയ ബന്ധങ്ങളെയും സ്നേഹത്തെയും കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കുഞ്ഞോം ഭഗവതിക്കാവ് നായർ സമാജത്തിന് കീഴിൽ. തറവാട്ടിലെ കാരണവന്മാരുടെ നേതൃത്വത്തിൽ പുതിയ തലമുറയുടെ നിയന്ത്രണത്തിൽ കൂടുതൽ ഉത്സാഹത്തോടെ കുടുംബസംഗമങ്ങളും മറ്റും നടത്തുന്ന പ്രവർത്തനത്തിലാണ് അംഗങ്ങളെല്ലാവരും. കുഞ്ഞോം ഭഗവതിക്കാവ് പെരുമാൾ ക്ഷേത്രത്തിന്റെ പ്രൗഢിയും ഗരിമയും തിരിച്ചു വരട്ടെ. ഈ നാട്ടിലെ എല്ലാവർക്കും അതൊരനുഗ്രഹമായി മാറട്ടെ. ജപമന്ത്രസ്മൃതികളുടെ തുളസീ തീർത്ഥമായി മൂർത്തികളിൽ അഭിഷേക ഗംഗ ആത്മബോധത്തിന്റെ യമൃതിയിലാറാടുന്ന കുംഭപ്രയാഗിൽ ഉർവരതവാളും ചിലമ്പുമായുറയുന്ന കുംഭഭരണിയിൽ കുലത്തിന്റെ ഓർമ്മകൾ ചിതാഭസ്മധൂളിയായി പാപനാശിനികളിൽ ദ്വന്ദ്വങ്ങളെല്ലാം ഒഴുക്കി നിഞ്ചകത്തയ്യനെന്നോതുന്ന പുണ്യമാം പമ്പയിൽ ഉറവകൾ ചാലായി പ്രവാഹമായി പുഴയായി നദിയായി തീർത്ഥമായി ദേവഭൂമികളിൽ സ്നാനബലിഘട്ടമായി പരമ്പരകൾ തൻ പൈതൃക ഗംഗ ജനിമൃതികളെരിക്കും കാശിനാഥൻ കാക്കുമണയാചിതാഗ്നികൾക്കരികെ അനാദിയാം കാലത്തിൻ ഓർമ്മകൾ പേറി കാലഭൈരവിയായി ദേവഗംഗ ഭാസിൽ രസിച്ചും ഭ്രമിച്ചും മിടിച്ചും തുടിച്ചും അനസ്യൂതഗംഗ സ്മൃതിഗംഗ ശിവഗംഗ.